നമസ്കാരം, ഞാൻ ശ്രുതി രാഘവൻ, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ്. കുട്ടികളിലെ സ്ട്രെസ്സ് മനസ്സിലാക്കാൻ നമുക്ക് കഴിയാറുണ്ടോ? കുട്ടികളിലെ സ്ട്രെസ്സ് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വേണ്ട സഹായം പ്രൊവൈഡ് ചെയ്യാൻ, സഹായം ഉറപ്പുവരുത്താൻ നമുക്ക് കഴിയാറുണ്ടോ? നമ്മൾ മുതിർന്നവർ നമ്മളുടെ ഡേ ടു ഡേ ലൈഫിൽ വിവിധ തരം സ്ട്രെസ്സുകളിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാണ്. എന്നാൽ കുഞ്ഞുങ്ങളിലെ സ്ട്രെസ്സ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയാറുണ്ടോ? നമ്മൾ അതിനെപ്പറ്റി അവബോധമുള്ളവരാണോ എന്നുള്ളതാണ് ചോദ്യം. ചെറിയ രീതിയിലുള്ള സ്ട്രെസ്സിലൂടെ കുട്ടികൾ കടന്നു പോകുമ്പോൾ നമ്മൾ കൃത്യമായിട്ടുള്ള ഹെൽപ്പ് അല്ലെങ്കിൽ ഇടപെടൽ നടത്തി കഴിയുകയാണെന്നുണ്ടെങ്കിൽ അത് കുട്ടികളെ ഭാവിയിൽ നല്ല രീതിയിൽ വെല്ലുവിളികളെ, ചലഞ്ചസിനെ നേരിടാനും അവ മറികടക്കാനായിട്ടും അതുപോലെ തന്നെ സമയബന്ധിതമായിട്ട് കാര്യങ്ങൾ പൂർത്തീകരിക്കാനും ലക്ഷ്യബോധത്തോടുകൂടി മുന്നേറാനായിട്ടൊക്കെ കുട്ടികളെ അത് സഹായിക്കും. അതോടൊപ്പം തന്നെ റെസിലിയൻസ് പോലുള്ള സ്കിൽസൊക്കെ ഡെവലപ്പ് ആകുന്നതിലും അത് സഹായിക്കും. കുട്ടികളുടെ ഡെവലപ്മെൻറ്റിൽ വളരെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന സ്ട്രെസ്സിനെ പറ്റിയിട്ടാണ് നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. മുതിർന്നവരെ പോലെ തന്നെ വളരെ ഹൈ ലെവൽ ഓഫ് സ്ട്രെസ് കുട്ടികൾ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതിന് നിരവധി പഠനങ്ങൾ ഇന്ന് നമുക്ക് മുന്നിൽ ലഭ്യമാണ്. മുതിർന്നവരെ പോലെ തന്നെ ഇത് എങ്ങനെ കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്യണം, എങ്ങനെ മാനേജ് ചെയ്യണം, എങ്ങനെ ഹെൽത്തി ആയിട്ട് ഷെയർ ചെയ്യണം, ഈ വക കാര്യങ്ങളിലൊക്കെ കുട്ടികളും വളരെയധികം ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. കുട്ടികൾ നേരിടുന്ന സ്ട്രെസ്സിന് നിരവധി കാരണങ്ങളുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലൊരു നെഗറ്റീവ് സിറ്റുവേഷൻ തന്നെ ആവണം എന്നില്ല കുട്ടികളുടെ സ്ട്രെസ്സിന് കാരണം. പോസിറ്റീവ് സിറ്റുവേഷൻസ് അല്ലെങ്കിൽ പോസിറ്റീവ് ഈവൻസും കുട്ടികളിൽ സ്ട്രെസ് ഉളവാക്കുന്നതിന് കാരണങ്ങളായിട്ട് മാറാറുണ്ട്. അപ്പം നെഗറ്റീവ് സിറ്റുവേഷൻസ് എന്താണെന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റുന്നത് ഫാമിലിയിൽ പേരൻസിൻ്റെ സെപ്പറേഷൻ, അല്ലെങ്കിൽ ഫാമിലിയിൽ ഉണ്ടാകുന്ന പേരൻസ് തമ്മിലുള്ള ഫൈറ്റ്, ഫിസിക്കൽ അബ്യൂസ്, സെക്ഷൽ അബ്യൂസ്, ഗ്രാൻഡ് പേരൻസിൻ്റെയോ സിബ്ലിങ്സിൻ്റെയോ പേരൻസിൻ്റെയോ ഡെത്ത്, ഇങ്ങനെയുള്ള കുറേ നെഗറ്റീവ് സിറ്റുവേഷൻസ് ഒക്കെ തന്നെ കുട്ടികളിൽ സ്ട്രെസ് ഉളവാക്കുന്ന ഘടകങ്ങളാണ്. പോസിറ്റീവ് സിറ്റുവേഷൻസ് അല്ലെങ്കിൽ പോസിറ്റീവ് ഈവൻസും കുട്ടികളിൽ സ്ട്രെസ് ഉണ്ടാക്കുമെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. പോസിറ്റീവ് ഈവൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരു സിബ്ലിങ്ങിൻ്റെ ബർത്ത്, പുതിയൊരു കുട്ടി കൂടി പിറന്നു. അപ്പോൾ അത് കുട്ടികളിൽ പല രീതിയിലുള്ള സ്ട്രെസ് ഉണ്ടാക്കുന്ന ഒരു ഘടകമാണ്. അതേപോലെ തന്നെ ചില ബർത്ത്ഡേ പാർട്ടീസ്, അല്ലെങ്കിൽ ചില പുതിയൊരു പെറ്റിനെ വാങ്ങിക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, അങ്ങനെയുള്ള പോസിറ്റീവായിട്ടുള്ള ഈവൻസും പല വിധത്തിൽ കുട്ടികൾക്ക് സ്ട്രെസ്സിന് കാരണമാകുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റു കുറച്ച് കാരണങ്ങൾ എന്ന് പറയുന്നത് വളരെ ബിസി ഫാമിലി റൂട്ടീൻ. പേരൻസ് രണ്ടുപേരും വളരെ തിരക്കുള്ള വ്യക്തികൾ, കുട്ടികൾക്കൊപ്പം ക്വാളിറ്റി ടൈം ഷെയർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് അവർക്ക് കഴിയാതെ പോകുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളും കുട്ടികളിൽ വളരെയധികം സ്ട്രെസ്സ് ഉണ്ടാക്കുന്ന ഘടകങ്ങളാണ്. സ്കൂൾ എൻവയോൺമെൻറ്റാണ് മറ്റൊരു ഫാക്ടർ. സ്കൂൾ എൻവയോൺമെൻറ്റ് എടുക്കുമ്പോഴും അതിലും നെഗറ്റീവ് സിറ്റുവേഷൻസും ഉണ്ട്, പോസിറ്റീവ് സിറ്റുവേഷൻസും ഉണ്ട്. സ്കൂൾ എൻവയോൺമെൻറ്റ് വളരെ ഒരു മേജർ ഫാക്ടറാണ് കുട്ടികളിൽ സ്ട്രെസ് ഉണ്ടാക്കുന്നതിൽ. അപ്പോൾ അതിൽ നെഗറ്റീവ് സിറ്റുവേഷൻസ് എടുക്കുകയാണെങ്കിൽ വളരെ അൺസ്ട്രക്ചേർഡ് ആയിട്ടുള്ള ക്ലാസ് റൂം, അൺക്ലിയർ ടോപ്പിക്സ്, ടീച്ചേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള ഓവറായിട്ടുള്ള പ്രഷർ, ഇതെല്ലാം തന്നെ കുട്ടികളിൽ സ്ട്രെസ് ഉണ്ടാക്കുന്ന സംഗതികളാണ്. പോസിറ്റീവ് ഇവൻസിൽ നമുക്ക് പറയാൻ പറ്റുന്ന, ഫോർ എക്സാമ്പിൾ, ഒരു പുതിയൊരു ഗാഡ്ഗേറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു പഠനത്തിൻ്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ പുതിയൊരു ലേണിംഗ് അപ്രോച്ചിൻ്റെ അല്ലെങ്കിൽ ലേണിംഗ് സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് എന്തെങ്കിലും ഒരു ന്യൂ ഗാഡ്ഗേറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുതിയൊരു അപ്രോച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ അത് കുട്ടികളിൽ അതുമായിട്ടൊന്ന് പൊരുത്തപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ട് ഇനീഷ്യൽ സ്റ്റേജിൽ കുട്ടികളിലൊരു സ്ട്രെസ്സ് ഉളവാക്കും. അപ്പോൾ ഇതെല്ലാം സ്കൂൾ എൻവയോൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് കുട്ടികളിൽ ഉണ്ടാകുന്ന സ്ട്രെസ്സാണ്. ഇത് മാത്രമല്ല, ഒട്ടനവധി മറ്റ് ഒരുപാട് ഘടകങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. നമ്മൾ പെട്ടെന്ന് പറഞ്ഞു പോകുമ്പോൾ പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഇവയൊക്കെ. നമ്മുടെ കുട്ടികളിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ കൃത്യമായിട്ട് അറിവുള്ളവരായിരിക്കണം. നമ്മുടെ കുട്ടികളിലുണ്ടാകുന്ന സഡനായിട്ടുള്ള ചേഞ്ചസ്, ബിഹേവിയർ ലെവലിൽ, സ്വഭാവത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ഇവയെ പറ്റിയിട്ടെല്ലാം നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഇപ്പം കുട്ടികളിൽ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ വളരെ സഡനായിട്ട് എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് നിങ്ങൾ കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവിടെ അതെന്തെങ്കിലും ഒരു സ്ട്രെസ് റിലേറ്റഡ് ഫാക്ടർ അവിടെ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ട്രെസ് അവർ നേരിടാൻ പോകുന്നതിൻ്റെ ഒരു പക്ഷേ ഒരു സിംറ്റമായിരിക്കാം ആ കാണുന്നത്. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും കുട്ടികൾ സ്ട്രെസ് നേരിടുന്നുണ്ടെങ്കിൽ അത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഒട്ടനവധി സൈൻസ് ആൻഡ് സിംറ്റംസ് ഓഫ് സ്ട്രെസ് നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റും കുട്ടികളിൽ. പ്രധാനമായിട്ടും സ്ട്രെസ്സിൻ്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് 4 തരത്തിലാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. കൊഗ്നിറ്റീവ് സിംറ്റംസ്, ബിഹേവിയറൽ സിംറ്റംസ്, ഇമോഷണൽ സിംറ്റംസ് ആൻഡ് ഫിസിക്കൽ സിംറ്റംസ്. ഇവ ഓരോന്നും ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം.
കൊഗ്നിറ്റീവ് സിംറ്റംസിൽ പറയുന്നത് ശ്രദ്ധയില്ലായ്മ, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, പുവർ ജഡ്ജ്മെൻറ്റ്, അതുപോലെ തന്നെ പഠിച്ചതൊന്നും ഓർമ്മ നിൽക്കുന്നില്ല, പെട്ടെന്നൊരു മെമ്മറി ഇഷ്യൂ, സഡനായിട്ട്. ഇപ്പോൾ കുട്ടികൾ നമ്മൾ സഡനായിട്ട് കണ്ടുവരുന്ന ചേഞ്ചസ് ആണ്. അതുവരെ പ്രശ്നമൊന്നും ഉണ്ടായിരിക്കില്ല, പെട്ടെന്ന് കോൺസെൻട്രേഷനിൽ പ്രോബ്ലം വരുന്നു, മെമ്മറി പ്രോബ്ലം വരുന്നു, ജഡ്ജ്മെൻറ്റ് പുവറാവുന്നു, അതുപോലെ തന്നെ ഭയം, എന്തെന്നില്ലാത്ത ഭയം, കോൺസ്റ്റൻ്റായിട്ട് ഒരു ആധി, ഇതൊക്കെ തന്നെ കൊഗ്നിറ്റീവ് ലെവലിൽ വരുന്ന സിംറ്റംസാണ്. ഇമോഷണൽ ലെവലിലുള്ള സിംറ്റംസ് എന്ന് പറയുമ്പം ഹൈ ടെമ്പർ, പെട്ടെന്ന് ദേഷ്യം വരിക, ഫീലിങ്സ് എല്ലാം വളരെ ഓവർവെൽമിംഗ് ആയിട്ട് ഫീൽ ചെയ്യുക, ഇറിറ്റബിലിറ്റി, ഒട്ടും റിലാക്സ് ചെയ്യാൻ പറ്റാതിരിക്കുക, മൂഡിനെസ്, ഐസൊലേഷൻ, ഒറ്റയ്ക്കൊക്കെ ഇരിക്കാനായിട്ട് ഒരു ലോൺലിനെസ്, ഇതൊക്കെയാണ് ഇമോഷണൽ ലെവൽ കുട്ടികളിൽ കാണുന്ന സിംറ്റംസ് സ്ട്രെസ്സിൻ്റെ ഭാഗമായിട്ട്. ബിഹേവിയർ ലെവലുള്ള സിംറ്റംസ് നോക്കിക്കഴിഞ്ഞാൽ വളരെ ഇമ്പൾസീവായിട്ട്, വളരെ എടുത്തുചാടി ഉള്ള പെരുമാറ്റങ്ങൾ, നെയിൽ ബൈറ്റിങ്, നഖം കടിക്കുക, ബെഡ് വെറ്റിങ്, കിടക്കയിൽ മൂത്രമൊഴിക്കുക, വളരെ സഡനായിട്ട്, അതുവരെ കുട്ടിക്ക് അങ്ങനൊരു ശീലമേ ഉണ്ടായിരിക്കില്ല, വളരെ സഡനായിട്ട് കുട്ടി കിടക്കയിൽ മൂത്രം ഒഴിക്കുന്നു. അപ്പോൾ എന്തെങ്കിലുമൊക്കെ സ്ട്രെസ്സ് കുട്ടികളിലുണ്ടെങ്കിലാണ് അത്തരത്തിലുള്ള സ്ട്രെസ് സിംറ്റംസ് ആണത്. ബെഡ് വെറ്റിങ്, അതേപോലെ തന്നെ പിയർ ഗ്രൂപ്പിൽ നിന്നൊക്കെ ഐസൊലേറ്റ് ചെയ്ത് കാണപ്പെടുന്നു, ഒറ്റയ്ക്ക് നടക്കുന്നു, അതുവരെ കൂട്ടുകാരൊക്കെ ആയിട്ട് നടന്നത് ഒറ്റയ്ക്ക് നടക്കുന്നു. ഓക്കെ, പിന്നെ അതുപോലെ തീരെ ഉറങ്ങാതിരിക്കുക, അല്ലെങ്കിൽ ഒരുപാട് ഉറങ്ങുക, ഇതൊക്കെ തന്നെ സ്ട്രെസ്സിൻ്റെ ഭാഗമായിട്ട് കാണുന്ന ബിഹേവിയറൽ സിംറ്റംസാണ്, ബിഹേവിയർ ലെവലുള്ള സിംറ്റംസാണ്. അതേപോലെ തന്നെ റെസ്പോൺസിബിലിറ്റീസ് എന്നൊക്കെ ഒഴിഞ്ഞു മാറുക. ഓക്കെ, അതുവരെ കൃത്യമായിട്ട് അവനവൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ടൊരു നല്ല റുട്ടീനിൽ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ പെട്ടെന്ന് അതിൽ നിന്നൊക്കെ ഒഴിയുക, ഇതെല്ലാം തന്നെ നമ്മൾ ബിഹേവിയർ ലെവലിൽ കാണുന്ന സിംറ്റംസാണ്. ഫിസിക്കൽ ലെവലിലുള്ള സിംറ്റംസ് നോക്കിക്കഴിഞ്ഞാൽ, സ്ട്രെസ്സിൻ്റെ ഭാഗമായിട്ട് കുട്ടികളിൽ ഫിസിക്കൽ ലെവലിൽ എന്തൊക്കെ സിംറ്റംസ് ഒബ്സർവ് ചെയ്യാൻ പറ്റും നോക്കിക്കഴിഞ്ഞാൽ, തലവേദന, പുറം വേദന, നടുവേദന, അതേപോലെ തന്നെ തലക്കറക്കം, എപ്പോഴും ജലദോഷം അല്ലെങ്കിൽ പനി വരിക, കോൺസ്റ്റിപ്പേഷൻ, ഇതൊക്കെ തന്നെ ഫിസിക്കൽ ലെവലിലുള്ള സിംറ്റംസാണ്. അപ്പോൾ നമ്മുടെ കുട്ടികളെ നമ്മൾ കൃത്യമായിട്ട് അറിയണം, അവരെ കൃത്യമായിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യണം. നമ്മുടെ കുട്ടികൾ ഈ പറഞ്ഞ ഏതെങ്കിലും തരത്തിലുള്ള സ്ട്രെസ്സിൻ്റേതായിട്ടുള്ള സിംറ്റംസ് കാണിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ അവർക്ക് പ്രോപ്പറായിട്ടുള്ള ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യണം. അപ്പം ഇത്തരത്തിൽ ഏതെങ്കിലും രീതിയിൽ കുട്ടികൾ സിംറ്റംസ് കാണിക്കുമ്പോൾ എങ്ങനെ നമ്മൾ അതിനകത്ത് ഇടപെടൽ നടത്തണം, നമ്മളുടെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ ചെയ്യണം, നമ്മൾ ഏത് തരത്തിലുള്ള ഹെൽപ്പാണ് അവർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത്, ആ കാര്യങ്ങൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഷെയർ ചെയ്യാം. ഇന്നത്തേക്ക് നമ്മൾ ഈ കുട്ടികളിൽ കാണുന്ന ഈ ഒരു സ്ട്രെസ്സിൻ്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് മാത്രം വെച്ച് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നന്ദി.